ഭാഗവതം നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്താണപ്പോ സത്യമെന്ന് പറയുന്നത്? ജീവിതത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് സ്ഥൂലമെന്നും രണ്ട് സൂക്ഷ്മമെന്നും. സ്ഥൂലമായി നമ്മൾ ഓരോരുത്തരും ആണായും പെണ്ണായും, നമ്മൾ ഓരോരുത്തരും അച്ഛനായും അമ്മയായും ഭാര്യയായും ഭർത്താവായും അതുപോലെ തന്നെ ഓരോ കടമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മമായി നമ്മളെ ആണാക്കുന്നതും പെണ്ണാക്കുന്നതും ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും ഈ ശരീരത്തിലൂടെ സുഖദുഃഖങ്ങളൊക്കെ അറിയിപ്പിക്കുന്നത് ഒരു മനസ്സാണെന്ന ബോധം, മനസ്സാണെന്ന അറിവ് നമുക്ക് അറിയാൻ സാധിച്ചാൽ, ആ അറിവിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ വികാരങ്ങളിലാണ്, ചിന്തകളിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കാനാണ് ഭാഗവതം നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ധർമ്മപ്രോജിതകൈതപുത്രപരമോ നിർമ്മത്സരാണം സദം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമൽ ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതിഭീ ശുശ്രൂഷിവിത്തക്ഷണൽ. പറയാണ് ധർമ്മപ്രോചിതം. ഈ ഭാഗവതത്തിൽ പ്രോചിതം പറയുന്നത്, ഭാഗവതത്തിൽ പ്രഖ്യാപിക്കുന്നത്, വിളംബരം ചെയ്യുന്നത് ധർമ്മത്തെക്കുറിച്ചാണ്. ധർമ്മം എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും പൊതുവെ ധർമ്മത്തെ രണ്ട് തലത്തിലാണ് വ്യാഖ്യാനിക്കുക. ഒന്ന് സ്ഥൂലമായി, രണ്ട് സൂക്ഷ്മമായി. ഏത് പദങ്ങൾക്കും സ്ഥൂല സൂക്ഷ്മ വ്യാഖ്യാനങ്ങളുണ്ട്. അതാണ് സംസ്കൃതത്തിന്റെ ഒരു ഭംഗി. സംസ്കൃതത്തിന് പദങ്ങൾക്കൊക്കെ സ്ഥൂല സൂക്ഷ്മ വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ പാർത്ഥൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭഗവത്ഗീത കേട്ടവരാണെങ്കിൽ പെട്ടെന്ന് അർജുനൻ എന്ന മനസ്സിലേക്ക് വരും. പാർത്ഥൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ. കാരണം പൃഥ എന്ന അമ്മയുടെ പുത്രനായവൻ ആരാണോ പാർത്ഥൻ, അങ്ങനെ ഒരു അർത്ഥം. എന്നാൽ അതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പരമാർത്ഥത്തെ അർത്ഥിക്കുന്നവൻ, ജീവിതത്തിന്റെ പരമാർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ ആരോ അവൻ പാർത്ഥൻ. അങ്ങനെയൊരു അർത്ഥമുണ്ട്. ഇങ്ങനെ സംസ്കൃതത്തിന് മാത്രമേ ഈ ഭംഗിയുള്ളൂ. വേറെ ഒരു ഭാഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഭംഗി കാണാൻ സാധ്യമല്ല. ഓരോ പദത്തിനും സ്ഥൂല സൂക്ഷ്മ അർത്ഥങ്ങളുള്ളത്. അപ്പൊ ഇവിടെ ധർമ്മം എന്ന ശബ്ദത്തിനും രണ്ട് അർത്ഥങ്ങൾ നമ്മൾ കാണണം. ഒന്ന് സ്ഥൂല അർത്ഥം, രണ്ട് സൂക്ഷ്മാർത്ഥം. എന്താണ് സ്ഥൂലാർത്ഥം കൊണ്ട് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും ഒരു ധർമ്മം നിക്ഷിപ്തമാണ്. ആണായും പെണ്ണായും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റില്ല. ആ ധർമ്മത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകണം. ഒരച്ഛൻ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവായി കഴിഞ്ഞാൽ ആ ധർമ്മത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. അച്ഛനായി കഴിഞ്ഞാൽ, അമ്മയായി കഴിഞ്ഞാൽ ധർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ ധർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. നമുക്ക് ആ ധർമ്മം തന്നെ വേണമെന്ന് പറയണം. അപ്പോ ഇത് സ്ഥൂലമാണെങ്കിൽ, സൂക്ഷ്മമായിട്ട് ധർമ്മം എന്ന വാക്കിനർത്ഥം ധ എന്ന ശബ്ദത്തിന്, നേരത്തെ ധീ എന്ന ശബ്ദത്തിന് ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ധ എന്ന ശബ്ദത്തിന് നമ്മളെ ധരിക്കുന്നതെന്തോ അത് ധർമ്മം എന്നാണ്. നമ്മളെ ധരിച്ചുകൊണ്ട് നടക്കുന്നതെന്തോ അത് ധർമ്മം എന്നാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരാക്കി നിർത്തുന്നതെന്താണ്? രണ്ട് ഘടകങ്ങളാണെന്ന് പറയണം സൂക്ഷ്മമായിട്ട്. ഒന്ന് മനസ്സും, അതായത് ചിന്തകളും. രണ്ട് ആ ചിന്തകളെയൊക്കെ ചൈതന്യവത്താക്കുന്ന ഒരു ചൈതന്യവും. ഞാനും നിങ്ങളും മനുഷ്യരായി തീരണമെങ്കിൽ ഒരു ചൈതന്യം നിലനിൽക്കണം. ഒരുപക്ഷെ മനസ്സ് കോമയിലേക്ക് പോകുമ്പോഴും ഒരാൾ മരിച്ചു എന്ന് പറയാൻ സാധ്യമല്ല, ആ ചൈതന്യം നിലനിൽക്കുന്നിടത്തോളം കാലം. അതുകൊണ്ടാണല്ലോ കോമയിൽ കിടക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ കിടക്കുന്നത് വർഷങ്ങളോളം. ആ ചൈതന്യം വിട്ടുപോകാത്തിടത്തോളം കാലം അവരെ ശവമായിട്ട് കണക്കാക്കാൻ നമുക്ക് തയ്യാറല്ല, നമുക്ക് സാധിക്കില്ല അവരെയാണ്. ഒരുപക്ഷെ ശവത്തെ പോലെ അവർ കിടക്കുമ്പോഴും അവർ ശവമല്ല, അപ്പോഴും അവരിൽ ശിവമുണ്ട്, ചൈതന്യമുണ്ട്. അപ്പൊ നമ്മളെയൊക്കെ നമ്മളാക്കി തീർക്കുന്ന ഒരു ചൈതന്യവും, ആ ചൈതന്യത്തിൽ പ്രവർത്തിക്കുന്ന കുറെ ചിന്തകളും, ആ ചിന്തകളുടെ ഫലത്തിൽ നിൽക്കുന്ന ഒരു ശരീരവും. ഇതാണ് മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ചൈതന്യം, അതിൽ പ്രവർത്തിക്കുന്ന കുറെ ചിന്തകൾ, ആ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ഒരു ശരീരം. നമുക്ക് തോന്നുന്നു ശരീരമാണ് വലുത്, അതിലാണ് മനസ്സ് എന്നാണ് നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ശരീരമല്ല വലുത്. ആ വലിയൊരു ശരീരത്തെ കൊണ്ടു നടക്കുന്നത് പോലും ആരാണ്?
ഒരു മനസ്സാണ്, ചിന്തകളാണ്. ചിന്തകളില്ലെങ്കിൽ എത്ര വലിയ ശരീരമായാലും ഉണരാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ചിന്ത വളരെ ശ്രദ്ധിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സ് ഉണരാത്തോടത്തോളം കാലം ശരീരത്തിന് ഉണരാൻ സാധ്യമല്ല. മനസ്സുണർന്ന് പ്രവർത്തിക്കാത്തോടത്തോളം കാലം ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇത് നല്ലവണ്ണം ഉറപ്പിക്കണം നമ്മൾ. എപ്പോൾ മനസ്സ് കെട്ടടങ്ങിയോ പിന്നെ ഈ ശരീരത്തിലൂടെ ഒരനുഭവങ്ങളും അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കൊതുക് അടിച്ചാലും നമ്മൾ അറിയുന്നില്ല, ആര് നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്ക് ഒരു വിഷമവുമില്ല. ഉറങ്ങിക്കിടക്കുന്ന ആളെ ചീത്ത പറഞ്ഞാൽ നമുക്കെന്ത് വിഷമമുണ്ട്? നിങ്ങൾ എത്ര വേണേയും പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ആരോടെയും ദേഷ്യമുണ്ടെങ്കിൽ രാത്രി പോയി തീർത്താൽ മതി, നമ്മുടെ പ്രശ്നം ഇങ്ങോട്ടൊന്നും പറയില്ല പറയാണ്. അപ്പൊ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരോട് പറയാനുള്ളത് പറഞ്ഞും ചെയ്തു ഇങ്ങോട്ടൊന്നും കേൾക്കൂല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പരമാർത്ഥത്തെ ദൃഢമായിട്ട് ഉറപ്പിച്ചു വെക്കണം നമ്മൾ. എന്താ ഉറപ്പിച്ചു വെക്കേണ്ടത്? എന്റെ മനസ്സുണരുമ്പോഴാണ് ഞാൻ ആണും പെണ്ണും എന്ന് എനിക്കറിയുന്നത്. മനസ്സുണരുന്നത് കൊണ്ടാണ് ശരീരത്തിനോട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്റെ ശരീരത്തിലൂടെ അനുഭവങ്ങളൊക്കെ എനിക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത്. അപ്പൊ ശരീരമല്ല വാസ്തവത്തിൽ വലുത്. ശരീരത്തെ അനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗ്യമാക്കി തീർക്കുന്നത് മനസ്സാണെങ്കിൽ മനസ്സ് തന്നെയാണ് വലുത്. മനസ്സിലാവുണ്ടല്ലോ? ഇനി ആ മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഈ ശരീരത്തിലൊരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ ധർമ്മം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് നമ്മുടെ ചിന്തകളും മനസ്സും, രണ്ട് ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഈശ്വര ചൈതന്യം. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതിനെന്ത് വേണം? മനസ്സിലൊരിക്കലും ഈ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വലിയൊരു തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻവിധികളാണെന്നാണ്. മുൻവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ള ധാരണയിൽ ജീവിച്ചു പോയാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. എനിക്കൊക്കെ അറിയാം, എനിക്കെന്താ പത്ര മനസ്സിലാക്കാനുള്ളത്? ഇത്രയും കാലം ജീവിച്ചിട്ട് ഇനിയിപ്പോൾ ഇനിയാണ് ഞാൻ പഠിക്കാൻ പോണതെന്ന്, ഇനിയിപ്പോൾ എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവന നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല നമുക്ക്. ഈ മുൻവിധികൾ. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഇപ്പൊ ഒരു രോഗി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അയാളുടെ കാലിങ്ങനെ വലിച്ചിട്ടാ കയറി വരുന്നത്, വലത് കാല് എഴഞ്ഞഴഞ്ഞ് വരുന്ന പോലെ അയാൾ വരുന്നുണ്ട്. അപ്പൊ കുറെ ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ അവർ ദൂരെ നിന്ന് ഈ രോഗിയെ കണ്ടിട്ട് പറഞ്ഞു, ഒരു പാത്തോളജിസ്റ്റ്, അതായത് വയറിന്റെ ഡോക്ടർ, അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നിട്ട് അയാളുടെ രോഗം പറഞ്ഞുതരാം, അയാൾക്ക് വയറുവേദനയാണ് പ്രശ്നം. അയാളുടെ വയറിന്റെ ഉള്ളിലുള്ള പിടുത്തവും അയാളുടെ കാല് വലിച്ചുള്ള നടത്തവും എല്ലാം കൊണ്ട് ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റുന്നു. ഉടനെ ഞരമ്പ് ഡോക്ടർ, അതായത് ന്യൂറോളജിസ്റ്റ്, അയാൾ പറഞ്ഞു, അയാൾക്ക് വയറുവേദന നല്ല പ്രശ്നം, അയാൾക്ക് ഞരമ്പിന് എവിടെ കുഴപ്പം പറ്റിയതാണ്, അതാണ് അയാൾ അങ്ങനെ നടക്കുന്നത്, അല്ലാതെ അയാളുടെ വയറിന്റെ പ്രശ്നമൊന്നുമില്ല. ഉടനെ ബോൺ സ്പെഷ്യലിസ്റ്റ്, അതായത് ഓർത്തോപീഡിക് ഡോക്ടർ പറയാണ്, അല്ലല്ല അയാളുടെ എല്ലിന് എവിടെയോ വളവ് പറ്റിയിട്ടുണ്ട്, അതാണ് അയാൾ അങ്ങനെ, എവിടെയോ വളവ് പൊട്ടുണ്ടോ, അല്ലാതെ അതൊന്നും അല്ല പ്രശ്നം, നിങ്ങൾ പറയണമെന്നല്ല എന്ന്. അപ്പൊ വേറെ ആൾ പറഞ്ഞു, അതൊന്നും അല്ല പ്രശ്നം, ENT ഡോക്ടർ പറഞ്ഞു തലവേദന കാരണം അയാൾ തലയ്ക്കും പിടിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ നിഗമനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഈ രോഗി ഇങ്ങനെ പോകുന്നുണ്ട്. ഏറെക്കുറെ രോഗി ഡോക്ടർമാരുടെ അടുത്തെത്തിയപ്പോ അവർ ചോദിച്ചു, സുഹൃത്തെ എന്താ അതിന്റെ പ്രശ്നം എന്ന്. അപ്പൊ ഉടനെ പറഞ്ഞു, സാർ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിരിക്കുകയാണെന്ന്, അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിച്ചു നടക്കുന്നതെന്ന്. അപ്പൊ ഹോസ്പിറ്റലല്ലേ, കയ്യിൽ വെക്കാനൊരു മോശം, അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ടേ വിചാരിച്ചിട്ട് ഹവായി ചെരുപ്പിന്റെ വാറ് പൊട്ടിയതുകൊണ്ട് നടക്കുക. നോക്കൂ, പരമാർത്ഥം എവിടെയാണ് ഇവർ ചിന്തിച്ചത് എന്താണ്? ഇതുപോലെയാണ് ഞാനും നിങ്ങളും. നമ്മുടെ തലത്തിലെ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കല്ലോ. ഒരു മുൻവിധികള്, മുൻനിശ്ചയങ്ങള്, തീരുമാനങ്ങൾ നമ്മളെപ്പോഴും കുഴപ്പത്തിലാക്കണം. അതെന്ത് വേണം? മനസ്സെപ്പോഴും തുറന്നു വെക്കണം. എന്ന് വെച്ചാൽ നല്ലത് കേൾക്കാൻ, നല്ലത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കണം. ആര് നല്ലത് പറഞ്ഞു തരുന്നുണ്ടോ, ശരി പറഞ്ഞു തരും, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ തലമുറകൾക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയാൻ, വേണ്ട നിങ്ങളുടെ വേദാന്ത ഉപദേശമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങളൊന്നും ഉപദേശിക്കേണ്ട. ശരിയാണ് ഒരു കണക്കിന്. അതെന്താ വെച്ചാൽ എല്ലാവർക്കും സുലഭമായി കൊടുക്കാനുള്ള ഒരു വസ്തുവാണ് ഉപദേശം. ആർക്കും ഒട്ടും വേണ്ടാത്തൊരു വസ്തുവാണ് ഉപദേശം. ആർക്കും വേണ്ട സാധനം, എന്നാൽ എല്ലാവരുടെയിലും സുഭിക്ഷമായിട്ട് കൊടുക്കാണ്ട് വരുമെന്ന്. നിങ്ങളൊന്ന് കുട്ടികളെ പിടിച്ചൊന്ന് ഉപദേശിച്ചു നോക്കൂ. കൂടുതൽ ഉപദേശിക്കുന്ന അച്ഛനെയും അമ്മയും കുട്ടികൾ വെറുത്തിരിക്കും.
പറയും ഇനി മേലാൽ നിങ്ങൾ ഉപദേശിക്കരുത്. പിന്നെ അവരിങ്ങോട്ട് തരും ഉപദേശം. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഭാര്യയും ഭർത്താവും അങ്ങനെ പരസ്പരം അറിയില്ലല്ലോ അവരുടെ സ്വഭാവം ഒന്നും, എന്താ ഏതാ സ്വഭാവം എന്നുള്ളത്. അപ്പൊ ഭർത്താവ് ഇങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങും. ദേ നീ അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അടുത്ത വീട്ടുകാർ പെശകാണ്, ഈ വീട്ടുകാർ നല്ലവരാണ്, എന്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുള്ളവരാണ് എന്നൊക്കെയുള്ള ഉപദേശം കൊടുക്കും. ഭാര്യ അത് പ്രകാരമൊക്കെ പ്രവർത്തിക്കും. കാരണം നിവൃത്തിയില്ലല്ലോ, ഇയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞനുസരിക്കും. ഒരു കൊല്ലം ഉപദേശമൊക്കെ കേൾക്കും. ഒരു കൊല്ലം കഴിഞ്ഞ് ഇയാളുടെ എല്ലാ സ്വഭാവവും മനസ്സിലാവും ഭർത്താവിന്റെ. അത് കഴിഞ്ഞ് ഭാര്യയെ ഉപദേശിക്കാൻ തുടങ്ങിയ ഭാര്യ പറയും, ദേ ചേട്ടാ ഒരു കാര്യം ചെയ്യൂ, ചുടുവെള്ളം ഉണ്ടാക്കുമ്പോൾ എനിക്കും കൂടി കുറച്ചുണ്ടാക്കിക്കൊള്ളൂട്ടോ എന്ന്, അത് ബാത്റൂമിൽ അവിടെ കൊണ്ടുവച്ചോളൂട്ടോ എന്ന്, പിന്നെ ആ പേപ്പർ ഒന്ന് എടുത്തിട്ട് ഒന്ന് അടുക്കളയിൽ കൊണ്ടുവരും, ഞാനത് വായിക്കട്ടെ എന്ന്, പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ഏതായാലും എനിക്കൊരു ഗ്ലാസ് കൂടി ഉണ്ടാക്കിക്കൊള്ളൂ എന്ന്. അങ്ങനെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വന്ന ആളെ അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് മനസ്സിലാവും, ഇവളോ എന്റെ ഉപദേശം കേൾക്കില്ല, ഇപ്പൊ ഞാൻ അവളുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരണമെന്ന്. ഏതായാലും രണ്ടു കൂട്ടർ കോംപ്രമൈസ് ആവും. നീ എന്നെ ഉപദേശിക്കണ്ട, ഞാൻ നിന്നെ ഉപദേശിക്കില്ല. അപ്പോഴേക്കും ഇവർക്കൊരു കുട്ടിയായിട്ടുണ്ടാവും. പിന്നെ രണ്ടു കൂട്ടരും തുടങ്ങി, ദേ അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞില്ലടാ, അങ്ങോട്ട് മാറിയിരിക്കേ, നിന്നോടല്ലടാ ടി വി കാണരുത് പറഞ്ഞത്. അങ്ങനെ അതിന് കൊടുക്കും ഉപദേശം. ഒരു 3-4 വർഷം കഴിഞ്ഞാൽ അവനിത് നിവൃത്തിയില്ലല്ലോ, കേട്ടല്ലേ നിവൃത്തിയുള്ളൂ. ഒരു ദിവസം ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അവൻ പറയും, പള്ളി പറഞ്ഞാൽ മതിയെന്ന്. കഴിഞ്ഞ അച്ഛന്റെ അമ്മയുടെ കഥ. പിന്നെ അവന്റെ മുഖത്ത് നോക്കി ഒരു ഉപദേശവും പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും മോനും മോളും തുടങ്ങി അടുത്ത വീട്ടുകാരെ ഉപദേശിക്കാൻ. ഇവിടെ ആരും കേൾക്കില്ല, എന്നാ പിന്നെ അടുത്ത വീട്ടുകാരെ ഉപദേശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, നമ്മുടെ നാവ് അടങ്ങില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് നല്ലത് എവിടെയുണ്ടോ അതൊക്കെ കേൾക്കാനും അതിനോടൊക്കെ സഹകരിക്കാനും ഉള്ളൊരു മനസ്സിനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എളുപ്പം നന്മയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. നല്ലത് ഇല്ലാത്തത് കൊണ്ടല്ല ഈ ലോകം നേരെയാവാത്തതിന് കാരണം, നല്ലതിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ടാണ്. വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് കാണാം, പ്രഹ്ലാദന്റെ ചരിതം തുടങ്ങുന്നതിന് മുമ്പ് ഹിരണ്യകശിപു എന്ന് പറയുന്ന പ്രഹ്ലാദന്റെ പിതാവ് ഭഗവാനെ വധിക്കാനായി തപസ് ചെയ്യാൻ പോവാണ് മന്ദരപർവ്വത്തിൽ. ആ സമയത്ത് കയാതു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ ഭാര്യയെ ഇന്ദ്രൻ കടന്നു പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. വഴിയിൽ വെച്ച് നാരദ മഹർഷി കാണുമ്പോൾ പറയും, മുഞ്ച ഇവളെ വിടു കൊല്ല, ഇവിടെ തൊട്ടുപോകരുത് എന്ന്. എനിക്ക് എന്താ നാരദ മഹർഷിയെന്ന്, ഇവളുടെ ഗർഭത്തിൽ വലിയ ഭാഗവതോത്തമൻ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഇത് മനസ്സിലാക്കാത്ത ഇന്ദ്രൻ പറയും, ഞാൻ വിചാരിച്ചു അവളുടെ ഗർഭത്തിൽ അവന്റെ അച്ഛനെപ്പോലെ തന്നെ ക്രൂരനായിട്ടുള്ള ഒരുത്തര വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഗർഭത്തിൽ വെച്ച് കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോവാണ്. ഞാൻ അക്കാര്യത്തിൽ വളരെ എക്സ്പേർട്ടാണെന്ന്. ഇന്ദ്രനായിട്ടുള്ള കഴിവുണ്ട് ഗർഭത്തിൽ വെച്ച് കുട്ടികളെ കൊല്ലാൻ. ആ സമയത്ത് പറഞ്ഞു, നീ തൊട്ടുപോയാൽ പിന്നെ നിന്റെ അന്ത്യമാണ്, അതുകൊണ്ട് വേഗം അവളെ വിടുമെന്ന്. അങ്ങനെ വിട്ടു. അങ്ങനെ കയാതു സ്വതന്ത്രയായി. ആ സമയത്ത് നാരദ മഹർഷി കയാതുവിനെ സ്വന്തം ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ കയാതു പറയാണ്, നാരദ മഹർഷി എന്നെ കൂട്ടിക്കൊണ്ടുപോണ്ട, എന്നെ എന്റെ കൊട്ടാരത്തിൽ കൊണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പ്രഹ്ലാദനെ നമുക്കാർക്കും കിട്ടുമായിരുന്നില്ല പറയാണ്. അന്ന് നാരദ മഹർഷിയുമായി സഹകരിക്കാൻ സാധിച്ചതുകൊണ്ടല്ലേ പ്രഹ്ലാദൻ എന്നൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചത്. ഇനി നാരദ മഹർഷി ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഈ ഭാഗവതവും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കയാതു പറയാണ്, ഞാനൊരു അസുരവംശത്തിൽപ്പെട്ട, അതും ഒരു സ്ത്രീകളൊന്നത് കേൾക്കാൻ പാടില്ലല്ലോ, അതും അസുരവംശത്തിൽപ്പെട്ടവരൊട്ടും കേൾക്കാൻ യോഗ്യരല്ലല്ലോ, എനിക്കതിനൊന്നുള്ള യോഗ്യതയില്ല, പുണ്യം ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നാരദ മഹർഷി ഇതൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്നു എങ്കിൽ അപ്പോഴും ഉത്തമോത്തമനായൊരു പ്രഹ്ലാദനെ നമുക്ക് കിട്ടില്ലായിരുന്നു. ശരിയല്ലേ? അപ്പൊ കയാതു നല്ലതിനോട് സഹകരിച്ചപ്പോ, നല്ലത് കേൾക്കാൻ തയ്യാറായപ്പോ അവൾക്ക് നന്മയുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചു എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരികയാണ്. ഇതുപോലെ ഒരു തുള്ളി വെള്ളം അത് മുന്നോട്ടൊഴുകുമ്പോൾ അതിന് മുന്നോട്ടൊഴുകാനുള്ള പ്രേരണയുണ്ട്, പ്രചോദനമുണ്ട്. അത് കടലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ അതിന്റെ പുറകിൽ വരുന്ന തുള്ളി വെള്ളങ്ങളും കടലിലേക്ക് തന്നെ ഒഴുകി കടലിലെത്തിയിരിക്കും. നേരെ മറിച്ച് ഒരു തുള്ളി വെള്ളം അത് കടലിലേക്കല്ല ഒഴുകുന്നത്, താളം തെറ്റിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ, ലക്ഷ്യം മാറിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ, മാർഗം തെറ്റിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ
അതിന്റെ പുറകിൽ വരുന്ന വെള്ളത്തുള്ളികളും അതുപോലെ ഒഴുകിയിരിക്കും. ശരിയല്ലേ? നാം ഏത് ദിശയിലേക്ക് ഒഴുകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ പുറകിൽ വരുന്ന ഓരോരുത്തരുടെയും ഒഴുക്ക് എന്ന് പറയുകയാണ്. നാം ഇതൊക്കെ കേൾക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം, ഇത് ഉൾക്കൊള്ളണം എന്ന ഒരു പ്രേരണയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ കുട്ടികളും ഈ വഴിക്കൊക്കെ പോകും. അച്ഛനും അമ്മയും ഏതു വഴിക്ക് നീങ്ങുന്നു, കുറെയൊക്കെ മക്കളും ആ വഴിക്ക് തന്നെ നീങ്ങുന്നു പറയാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ വരുമ്പോഴും തളരാതെ, തകരാതെ, പതറാതെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അറിവിലേക്കും കഴിവിലേക്കും വിവേകത്തിലേക്കും ശക്തിയിലേക്കും ഉണർന്നു കഴിഞ്ഞാൽ നമുക്കും അതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ആ തരത്തിലേക്ക് ഉയർത്താനും സാധിക്കും എന്ന് പറയുകയാണ്. ഒരുപക്ഷെ ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ഇപ്പൊ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മക്കളെ എഞ്ചിനീയർ ആക്കുക, മക്കളെ ഡോക്ടറാക്കുക, എൻട്രൻസ് എക്സാമാണ്. മക്കളെക്കാളും ടെൻഷൻ അച്ഛന്മാർക്കാണ്. നോക്കൂ നിങ്ങൾ, അച്ഛനും അമ്മയും ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം മക്കളിന്ന് എൻട്രൻസ് എഴുതണം. വേണം, ശരിയാണ്. ഇന്നത്തെ കാലം കോമ്പറ്റീഷന്റെ ലോകമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അതേസമയം വെറും പുസ്തകപ്പുഴുക്കളായിട്ട് ഒരു ബാഹ്യമായിട്ടൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയതുകൊണ്ട് മാത്രം മനുഷ്യൻ പൂർണ്ണനാവുന്നുണ്ടോ? ഒരു മാസം മുമ്പ് ബോംബെയിൽ ഒരു മലയാളി ഫാമിലി, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് സ്വിറ്റ്സർലൻഡിൽ പോകുന്നു. അയാൾക്ക് അവിടെയാണ് പോസ്റ്റിംഗ് കിട്ടിയത്. ഒരുപക്ഷെ അയാളുടെ അച്ഛൻ അഭിമാനിക്കുന്നതാവും, അമ്മ അഭിമാനിക്കുന്നുണ്ട്, എന്റെ മകൻ സ്വിറ്റ്സർലൻഡിലാണ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. അവിടെ വെച്ചിട്ട് എന്തോ ഭാര്യയുമായി ഭാര്യ പറഞ്ഞ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുന്നു. അവസാനം സ്വിറ്റ്സർലൻഡിൽ ഇവിടെ നമുക്ക് കളിത്തോക്കുകൾ കിട്ടുന്ന പോലെ നല്ല തോക്ക് അവിടെ കിട്ടും. അവിടെ തോക്ക് വെക്കണം എന്നാണ് ഓരോരുത്തരും. കാരണം അപകടമാണ് അവിടെ. ഇവൻ തോക്കെടുക്കണോ, ഭാര്യയെ വെടിവെക്കണോ, കൊല്ലണോ. അവളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇവനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവസാനം എന്തുണ്ടായി? അവൻ ജയിലിൽ കിടക്കണു, ഇവള് ശവമായി തീർന്നു. അപ്പൊ നോക്കൂ, ഒരു ഇമോഷൻ, ഒരു വികാരത്തെ, ഭാര്യ പറഞ്ഞൊരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ ഒരു പക്വത, ഒരറിവ് അയാൾക്കില്ലാത്തതുകൊണ്ട് അയാളുടെ ജീവിതം അവിടെ വെച്ച് അയാൾക്ക് നശിപ്പിക്കേണ്ടി വന്നു. ഇല്ലേ? കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കേവലം ബാഹ്യമായ ഒരു അറിവ് മാത്രം മനുഷ്യനെ പൂർണ്ണനാക്കുന്നില്ല എന്ന് ദിനം പ്രതി പത്രത്തിലൂടെയുള്ള വാർത്തകൾ വായിച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര പേര് കയറിന്റെ മുകളിൽ ജീവിതം ഒതുക്കുന്നുള്ളത് കാണുന്നുണ്ടല്ലോ. ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ കുറെ എണ്ണം ആത്മഹത്യ ചെയ്യുന്നതും ട്രെയിനിനെ തലവെക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഏത് വീക്ഷണം കൊടുക്കണം ജീവിതത്തിൽ? നമ്മൾ ഏത് വീക്ഷണത്തിൽ ജീവിക്കുന്നുവോ ആ വീക്ഷണം കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമുക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു ഭാഗമില്ലെങ്കിൽ, ഒരു വീക്ഷണമില്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് നമ്മളിലൂടെ വ്യക്തിത്വത്തിന്റെ സൂക്ഷ്മതയെ നാം മനസ്സിലാക്കണം എന്ന് ഭാഗവതൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ മനസ്സാണ് നമ്മളെ ധരിച്ചുകൊണ്ട് നടക്കുന്നത്, വഹിച്ചുകൊണ്ട് നടക്കുന്നത്. ആ മനസ്സിനെങ്ങനെ വഹിക്കാനും ധരിക്കാനും സാധിക്കുന്നത് നമ്മളെയൊക്കെ നാമാക്കി തീർക്കുന്ന ഒരു ഈശ്വര ചൈതന്യമാണെന്ന് തിരിച്ചറിയണം എന്ന് ഭാഗവതൻ നമ്മളോട് പറയുകയാണ്. ശരി, അങ്ങനെ നമ്മൾ അറിഞ്ഞാലോ വാസ്തവം ശിവദം, ജീവിതം ശിവദമായി തീർന്നു. ശിവം എന്ന് പറഞ്ഞാൽ ചൈതന്യമുള്ളതായി തീർന്നു, മംഗളമുള്ളതായി തീർന്നു, കല്യാണമുള്ളതായി തീർന്നു. ശിവം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ദുഃഖങ്ങൾ ഇല്ലാത്തത് എന്നാണ്. ദുഃഖസ്പർശമില്ലാത്തതായി തീർന്നു. ഒരുപക്ഷെ മനസ്സിൽ ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും വികാരങ്ങൾ വന്നാലും ജീവിതം ദുഃഖമുക്തമായി തീരും. ഇപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് കുന്തി ദേവിയുടെ സ്തുതിയിലേക്ക് കടക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദുഃഖത്തിലും ദുഃഖിക്കാതിരിക്കുന്ന ഒരു മനസ്സ് കൈവരിച്ചവളാണ് കുന്തി ദേവി. അതുപോലെ ദുഃഖത്തിലും വേദനകളും വേദനിക്കാത്ത ഒരു മനസ്സ് കൈവരിച്ചവനാണ് ഭീഷ്മാചാര്യൻ. അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇങ്ങനെ താപത്രയോന്മൂലനം, ജീവിതത്തിലെ സകല താപങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് താപങ്ങൾ, ഏതൊക്കെയാണ് ദുഃഖങ്ങൾ, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ കഥകളിലൂടെയും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതിപ്പോ തുടക്കമായതുകൊണ്ട് ഒറ്റയടിക്ക് നീങ്ങുന്ന പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീമൽ ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ ത്രികൃതി
ശുശ്രൂഷിപ്പിത്തക്ഷണൽ. ഈ ഭാഗവതം തന്നെ കേൾക്കൂ. ഇതിലൂടെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം കടഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തെ ഈശ്വര ചൈതന്യമുള്ളതാക്കി തീർക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. എന്താ നിങ്ങൾ ഇത്രയും ഭാഗവതത്തിന് മഹത്വവും ഭാഗവതം എന്ന് പറയുന്നു? എന്താ ഈ ഭാഗവതം മനസ്സിലായില്ല? ഈ ഭാഗവതത്തിനെ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവിഭാവുക. ഈ ഭാഗവതരസം പിബത. ഇന്ന് താമരസം കിട്ടുന്ന സ്ഥലം. ആമരസം എന്ന് പറഞ്ഞാൽ ഇവിടെ മാങ്ങാരസം, പഴുത്ത മാങ്ങ രസം ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന കാലമാണല്ലോ ഇപ്പൊ. കാരണം മാങ്ങ ഇഷ്ടംമാരി കിട്ടും ഇപ്പം. അപ്പൊ ഇവിടെ ഏത് രസത്തെക്കുറിച്ചാണ് പറയുന്നത്? ഭാഗവതരസം എന്ന് പറയണം. പിബത, കുടിക്കുമെന്ന്. ഇപ്പൊ മാങ്ങാരസം നമുക്കറിയാം, ചക്ക കൊണ്ട് രസം ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്നാൽ പലതിന്റെയും രസം ഉണ്ടാക്കുന്ന നമ്മളോട് പറയുന്നു, കൂട്ടത്തിൽ ഭാഗവതരസവും കുടിക്കുമെന്ന്. അപ്പോ നമ്മളിപ്പോ എത്ര രസം കുടിക്കുന്നുണ്ട്? ഉണ്ടല്ലോ ദിവസം സദ്യയുടെ കൂടെ സാമ്പാർ രസം. കോഴിക്കോട്ടുകാരാണെങ്കിൽ ഒരു കറി വെച്ചാൽ 3 കറി ഉണ്ടാക്കാന്നാണ്. കോഴിക്കോടൊക്കെ ഒരു കറി വെക്കും, സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കറി ഉണ്ടാക്കും ഒരു കറിയിൽ. സദ്യക്കിട്ടോ, അല്ല വീടുകളിലല്ല. സാമ്പാർ റെഡിയായി കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗം സാധാ രസ, അതിന്റെ നടുഭാഗം സാമ്പാർ തന്നെയാണ്. എന്റെ താഴെ അടിത്തട്ട് കൂട്ടുകറിയാണ്. ഇതെല്ലാം സെറ്റിലായിട്ടുണ്ടാവും, എല്ലാ കഷ്ണങ്ങളും. ഇതുപോലെ ഏത് രസമാണ് ഈ ഭാഗവത രസം? പറയുന്നു 5 രസങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. കണ്ണിലൂടെ കാഴ്ചയുടെ രസം, കാണുക എന്നുള്ള രസം, കണ്ടു രസിക്കുക. ചെവിയിലൂടെ കേട്ട് രസിക്കുക. മൂക്കിലൂടെ വാസനിച്ച് രസിക്കുക. നാവിലൂടെ രുചിച്ച് രസിക്കുക. ത്വക്കിലൂടെ സ്പർശരസം അനുഭവിക്കുക. ഇങ്ങനെ 5 രസങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഇനി 6ാമത്തെ രസമുണ്ട് പ്രിയണം. അതെന്താണ്? 6ാമത്തെ രസം എന്ന് പറയുന്നത്, ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് വിവേകത്തിൽ ജീവിക്കുക. അത് സാധിക്കണമെങ്കിൽ ഭക്തിരസം അനുഭവിക്കണം എന്ന് പറയാണ്. ഇപ്പൊ ഭാഗവതം ഒരു ഭക്തിരസത്തിന്റെ ശാസ്ത്രമാണ്. ഭക്തിരസത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ പറ്റണം. അതിപ്പോ ഇതിലൂടെ കഴിക്കുക. അത് കഴിക്കാൻ നാവിലൂടെ പറ്റില്ല, അത് കഴിക്കാൻ കണ്ണിലൂടെയും പറ്റില്ല. അത് കഴിക്കാൻ ആദ്യം ചെവിയിലൂടെ കേട്ട് പിന്നെ മനസ്സിലൂടെ മനനം ചെയ്ത് നല്ലവണ്ണം സ്മരണം ചെയ്ത് ജീവിക്കണം. ഭാഗവതത്തിൽ തന്നെ ദുന്ദുകാരിയുടെ ഒരു കഥ പറയും. ശ്രവണം മാത്രം കേട്ടതുകൊണ്ട് പോരാ, ശ്രവണം ചെയ്തതിന്റെ കൂടെ എന്നുകൂടി വേണം മനനം കൂടി ചെയ്യണമെന്ന്. സാധാരണ നമ്മൾ ഭാഷ പറയുമ്പോണ്ടല്ലോ പലപ്പോഴും നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയാറില്ല. ഒരു സ്ഥലം വരെ പോകണം, ഒന്ന് വേഗം പോയി കളഞ്ഞിട്ട് വരാമെന്ന് പറയും. ഈ കോട്ടയം ഭാഗത്തൊക്കെ എങ്ങനെയാ സംസാരിക്കുക? ഒന്ന് കണ്ടേച്ച് കളഞ്ഞു വരാം, അല്ലെങ്കിൽ പോയി കളഞ്ഞു വരാം, കേട്ട് കളഞ്ഞു വരാം, ഒന്ന് കേട്ട് കളയാന്ന് പറയാ, അല്ലേ? വേഗം കഴിച്ചു കളയാ. ഈ കഴിക്കുന്നതിന് കൂട്ടത്തിൽ കളയലും പറയും. അതുപോലെ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ കേട്ട് കളയാന്ന് പറയും. ചിലര് നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരു കാര്യം നല്ലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അധികമൊന്നും കാത്തിരിക്കില്ല, അവിടെ തന്നെ കളഞ്ഞ് പോയി. നമ്മൾ എന്താ കേട്ടത് അറിയില്ല നമുക്ക്, അവരെ കേട്ട് കളഞ്ഞു എന്ന് പറയാണ്. അവരെ കേട്ട് കളയേണ്ടതല്ല, കേട്ട് ഉൾക്കൊള്ളേണ്ടതായിട്ടാണ് ഈ ഭാഗവതരസം. കേട്ട് ഉൾക്കൊണ്ടാലാണ് ഈ ഭാഗവതരസം അനുഭവിക്കാൻ സാധിക്കുക. ശരി, എന്താ ഈ ഭാഗവതം? അത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ. നിഗമകൽപതരോർഗലിതം. നിഗമെന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. അപ്പൊ വേദങ്ങളാകുന്ന ഒരു വൃക്ഷം, അതിൽ മൂത്തുപഴുത്ത പഴങ്ങളാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. ഇപ്പൊ മാവിന്റെ സത്തയാണ് അവസാനം മാങ്ങയെത്തിയിരുന്നത്, അങ്ങനെയാണല്ലോ. അതുപോലെ പ്ലാവിന്റെ സത്തയാണ് അവസാനം ചക്കയായിട്ട് തീരുന്നത്. ആ പ്ലാവ് മുറിച്ചാൽ നിങ്ങൾക്ക് മധുരം അനുഭവിക്കാൻ പറ്റില്ല. മാവ് മുറിച്ച് നാവിൽ വെച്ച് കഴിഞ്ഞാൽ മധുരം അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ അത് പൂത്ത് മാങ്ങയായി അത് വിരിഞ്ഞ് അത് മൂത്തു കഴിഞ്ഞാൽ ആ മധുരം അതിലൂടെ അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ശാസ്ത്രങ്ങൾ പഠിക്കാത്ത, സംസ്കൃതമൊന്നും അത്ര പഠിക്കാത്ത നമുക്ക് വേദം കേട്ടാലും രസിക്കാൻ പറ്റില്ല. നമ്മളതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. അപ്പൊ ആ വേദങ്ങളുടെ പരമായിരിക്കുന്ന ഭാഗവതം കേട്ടാലോ
അത് വേഗം നമുക്ക് രസിക്കാൻ പറ്റുന്ന പറയാണ്. അതാണ് ഭാഗവതത്തിന്റെ മഹത്വം. വേദങ്ങളിൽ പറഞ്ഞതിനെ, വേദം ഒരു മാവൃക്ഷമാണെങ്കിൽ അതിന്റെ പഴുത്ത പഴമാണ് ഏത്? ഈ ഭാഗവതമാകുന്ന പഴം. അതോ പഴുത്തു എന്ന് ആരാ പറയുന്നത്? ഒരു പഴം പഴുത്തുവെങ്കിൽ പക്ഷികൾ കൊത്തുമ്പോഴേ നമുക്ക് അറിയുന്നത് പഴുത്തിട്ടുണ്ടോ ഇല്ലെന്ന്. അങ്ങനെയാണല്ലോ നമ്മൾ മാവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഓ ദേ കാക്ക കൊത്തിയില്ലെങ്കിൽ ദേ തത്ത കൊത്തി നമ്മൾ പറയാറുണ്ട്. പക്ഷികളിൽ തന്നെ തത്തയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. പഴുത്ത പഴം മാത്രം കൊത്തുന്നൊരു ജീവിയാണ്, പക്ഷിയാണ് തത്ത. മറ്റു പക്ഷികളിൽ, അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിലൊക്കെ പഴുക്കാത്തതും പോയി കൊത്തും, കേടുവരുത്തും ഉണ്ടല്ലോ. എന്നാൽ തത്ത കൊത്തുകയാണെങ്കിൽ അത് പഴുത്തത് മാത്രമേ കൊത്തുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു പ്രത്യേകത തത്തയ്ക്കുണ്ട്. നല്ല മൂത്ത് വിളഞ്ഞതേ അത് എപ്പോഴും കൊത്തിയെടുക്കുള്ളൂ. നെല്ല് നോക്കൂ നിങ്ങൾ, കതിരൊക്കെ അവൻ അറുത്തു കൊണ്ടുപോകുമ്പോൾ നല്ല വിളഞ്ഞതേ അവൻ അറുത്തെടുക്കുള്ളൂ. ചില കിളികളുണ്ട് അത് നശിപ്പിക്കുന്ന സാധനങ്ങൾ. തത്ത ഒരിക്കലും അങ്ങനെയല്ല പറയാൻ. ഇവിടെ സുഖം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തത്ത എന്നുള്ള അർത്ഥത്തിലല്ല. തത്തയെപ്പോലെ പാകം വന്ന ഈ ഭാഗവത രസത്തെ അനുഭവിച്ച ഒരു ആചാര്യനാണ് വേദവ്യാസ ഋഷിയുടെ പുത്രനായ ശ്രീശുഖബ്രഹ്മർഷി. അപ്പൊ ശ്രീശുഖബ്രഹ്മം എന്ന് പറയുന്ന ഋഷീശ്വരനാൽ തന്റെ പിതാവായ വ്യാസനിൽ നിന്ന് കേട്ട് അങ്ങനെ പാകം വന്ന ഈ പഴത്തിന്റെ സത്ത് നമ്മളോടും പറയാ, നിങ്ങളും പിബത, കുടിക്കൂ, നിങ്ങളുടെ ജീവിതത്തെയും രസമാക്കി തീർക്കാൻ സാധിക്കും, രസമുള്ളതാക്കി തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭാഗവതത്തിലേക്ക് കടക്കുകയാണ്. ഈ ഭാഗവത കഥയ്ക്ക് സന്ദർഭം തെരഞ്ഞെടുത്തിരിക്കുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലമാണ്. വേദഭൂമി എന്നറിയപ്പെടുന്ന, ദേവഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. എന്താ അങ്ങനെ പറയാൻ കാരണം? എത്രയോ ഋഷീശ്വരന്മാര് പണ്ടവിടെ ദേവന്മാരുടെ സാന്നിധ്യത്തിൽ യാഗങ്ങളും ഹോമങ്ങളും ചെയ്തിട്ടുണ്ടത്രേ. എത്രയോ രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ഇപ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഈ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച് കലികാലം തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ യജ്ഞമൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആചാര്യന്മാരായിരുന്നു, ഋത്വിക്കുകളായിരുന്നു, മഹാത്മാക്കളായിരുന്നു ശൗനകാദി ഋഷീശ്വരന്മാർ. അവരെല്ലാവരും കൂടി ഈ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തുചേർന്ന് വലിയൊരു യാഗത്തിന്റെ ഒരുക്കത്തിലാണ്. എന്താണ് യാഗത്തിന്റെ ഉദ്ദേശം? രണ്ട് കാര്യങ്ങളാണ്. കലികാലത്തിലുണ്ടാവുന്ന ചില ദോഷങ്ങളെ പരിഹരിക്കുകയും വേണം, തങ്ങൾക്ക് സ്വർഗപ്രാപ്തി കൈവരിക്കുകയും വേണം. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് അവരൊരു യാഗം തുടങ്ങിയെന്ന വലിയ യാഗം. നല്ലത് എവിടെയുണ്ടോ അതിനെ സഹകരിക്കുന്നൊരു മനസ്സുള്ളവരായിരുന്നു നമ്മുടെ പൂർവികന്മാര്. എവിടെ ഒരു യാഗം നടക്കണ്ടോ പോയി ക്ഷണിക്കൊന്നും വേണ്ട, ആൾക്കാർ കയറി ചെല്ലുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊന്നും കല്യാണമൊന്നും പറയേണ്ട ആവശ്യമില്ല, ആളുകൾ തന്നെ വന്നോളും. ഒരു മരണമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ അടുത്ത വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പറഞ്ഞില്ലേ ആൾ വരില്ല. ആ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. തന്നെ ക്ഷണിക്കും. ഇന്നിപ്പോ കത്ത് കൊടുത്താൽ പോരെ, പേഴ്സണലായിട്ട് ക്ഷണിക്കുകയും കൂടി വേണം. ഇനി കുറെ കഴിഞ്ഞാൽ അതും വരും. അച്ഛൻ മരിച്ചാൽ ഓരോ വീട്ടിൽ പോയി ക്ഷണിക്കേണ്ടി വരും. നിങ്ങളുടെ മകൻ വന്ന് ക്ഷണിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വരാഞ്ഞതെന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഈ നല്ലൊരു കാര്യം നടക്കുന്നത് കണ്ടപ്പോ അവിടേക്ക് ആ കാലഘട്ടത്തിൽ പൗരാണികനായ പുരാണ കഥകൾ പറയുന്ന വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ സൂത മഹർഷി കടന്നു വരികയാണ്. അങ്ങനെ ഇവിടെ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷീശ്വരന്മാരും സൂതനും തമ്മിൽ നടത്തുന്ന ഒരു സംവാദമാണ്, ചർച്ചയാണ് ഭാഗവതമായി ചിത്രീകരിച്ചിരിക്കുന്നത്. സൂത മഹർഷി കണ്ടതും ഭക്തിയാദരവോടെ എണീറ്റ് നിന്ന് ശൗനകാദികൾ അയാളെ പൂജിച്ച് സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം യാഗമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന കുറെ സമയമുണ്ട്. പറയാതെ ചർച്ച പോവുക, ആരുടെയൊക്കെ വീട്ടിൽ കല്യാണം നടക്കാറുണ്ട്, ബാക്കി ആർക്കൊക്കെയാണ് ഇനി കുട്ടികളാവാനുള്ളത്, ആർക്കൊക്കെയാണ് വീട്ടിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നത്, അമ്മ ജീവിച്ചിരിക്കുന്നത്, ആരുടെയൊക്കെയാണ് ഉപനയനം കഴിയാനുള്ളത്, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണല്ലോ വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യന് തോന്നുക. കൂടിയിരിക്കുമ്പോൾ അങ്ങനത്തെയാണല്ലോ. ഇനിയിപ്പോ എന്താ മോളുടെ കാര്യം, മോന്റെ കാര്യം, അവളുടെ പഠിപ്പെന്താ, അവന്റെ പഠിപ്പെന്താ, അവളുടെ കല്യാണം എന്താ, ഇവന്റെ കല്യാണം, ഇതൊക്കെയാണല്ലോ സാധാരണ ആൾക്കാർ ചോദിക്കുക. അതുകൊണ്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അങ്ങ് വന്നത് വലിയ ഭാഗ്യേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേദവ്യാസ ഋഷിയുടെ ശിഷ്യൻ എന്നത് വലിയൊരു മഹത്വം. അതിനേക്കാളും അങ്ങേക്കുള്ളൊരു മഹത്വം മനസ്സിലായതൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു കഴിവും മിടുക്കും അങ്ങേക്കുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു തരാനുള്ള മിടുക്കും കഴിവുള്ള അങ്ങ്
ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. എന്താ പറഞ്ഞു തരേണ്ടത്? കുറെ ചോദ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് ആ ചൗരകാരികൾ ചോദിക്കുന്ന ഒരു കൂട്ടം ചോദ്യമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണിച്ചു വരുന്നത്. അപ്പൊ അവര് പറയാണ്, ഈ കലികാലത്തിൽ ആളുകൾക്കൊന്നാമത് ഓർമ്മശക്തി വളരെ കുറയും. പ്രായം കൂടുന്തോറും ഓർമ്മശക്തി പോവാന്ന് മാത്രമല്ല, ഓർമ്മശക്തി പോകുന്ന രോഗം കൂടി വന്നിരിക്കുന്നു. ഇപ്പം അൽഷീമിയ പറഞ്ഞിട്ട് സ്വന്തം പേര് പോലും അറിയില്ല ആളുകൾക്ക്, അങ്ങനെയും കൂടി വന്നിരിക്കുന്നു. ഈ രണ്ടാമത് ആയുസിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല ഈ കലികാലത്തിൽ. പണ്ടൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉറപ്പാണത്ര, ജാതകത്തിൽ 100 വയസ്സെന്ന് എഴുതിച്ചാൽ 100 വയസ്സ് ഉറപ്പാണ്. ഇന്നത്തെ ജാതകത്തിൽ 100 വയസ്സെന്ന് എഴുതിയിരിക്കുന്ന ജ്യോത്സ്യർക്ക് പോലും 100 വയസ്സുണ്ടോന്ന് ഉറപ്പില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. എപ്പോഴാണ് അടിച്ചു പോകുമെന്നറിയില്ല. രണ്ടാമത്തെ കാര്യം, അന്ന് വിവാഹത്തിൽ സുമംഗലിത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ ദീർഘസുമംഗലിത്വം ഉണ്ട്. ഇന്ന് കല്യാണം കഴിച്ച നെക്സ്റ്റ് ഡേ ഡൈവേഴ്സ് ഉറപ്പുണ്ടോ ഇല്ലേ പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിലപ്പം നമ്മൾ ജീവിക്കുന്നത്. ജാതകം പോലെ ഒന്നും ആർക്കും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കലികാലത്തിൽ അനുഭവമെങ്കിൽ ഈ കലികാലത്തിൽ എങ്ങനെയാണ് മനസ്സിന് സമാധാനം കണ്ടെത്താൻ പറ്റുക? ഭൂരീനി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശ അത സാധുത്രയസാരം സമുദ്രിത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനം ഏനാത്മാ സംപ്രസീതതി. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജീവിതത്തെ ധന്യമാക്കാനാണ് ചെയ്യുന്നത്. കല്യാണം കഴിച്ചു, കുട്ടികളായി, അവരെ പഠിപ്പിക്കുന്നു, അവരെ വളർത്തുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു. പിന്നെയാണ് തിരിച്ചറിയുന്നത് ഒരു ദിവസം അവരൊക്കെ നമ്മളെ വിട്ടുപോകും, അവർ വേറെ വേറെ ജോലിയായിട്ട്, അവർ കല്യാണം കഴിച്ച് അവർക്കൊരു വ്യവസ്ഥയാവും, പിന്നെ നമ്മളൊക്കെ ഒറ്റപ്പെടും. ഇങ്ങനെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് മനസ്സിലാവണു എപ്പോഴും മക്കളുടെയും ഭർത്താവിനെയും കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പലതും ചെയ്തു. പിന്നെ സമാധാനത്തിന് വേണ്ടി പലതും കേട്ടു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, പലതുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇപ്പോഴും ഒരു യഥാർത്ഥമായ സമാധാനം, ഒരു സംതൃപ്തി, ഒരു ശാന്തി, സ്വസ്ഥത ഇപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് ഇതിന് മാർഗം? എങ്ങനെയാണത് അനുഭവിക്കാൻ സാധിക്കുക? അങ്ങ് പറഞ്ഞു തരൂ. സൂത മഹർഷി പറയാണ്. പിന്നീട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ച്, അദ്ദേഹം നടത്തിയ ലീലകളെക്കുറിച്ച്. അതൊക്കെ ഒന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഭഗവാന്റെ ലീലകളും കഥകളും കേൾക്കുമ്പോൾ മനസ്സിൽ വേണ്ടാത്തൊന്നും ചിന്തിക്കില്ല, അതിൽ തന്നെയല്ലേ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല പല ഭഗവത് അവതാരങ്ങളെക്കുറിച്ചും, അതും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ തന്നെ ചൈതന്യം ഉൾക്കൊണ്ട ഭാഗവതം വേദവ്യാസ ഋഷി രചിച്ചുവെന്ന്. എവിടെ നിന്നാണ് ഈ വേദവ്യാസ ഋഷിക്ക് ഇത് രചിക്കാൻ സാധിച്ചത്? ജന്മനാ ജീവൻ മുക്തനായിരുന്നു അത്രേ വേദവ്യാസ ഋഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി. എന്തിനാണ് അദ്ദേഹം ഭാഗവതം പഠിച്ചത്? അദ്ദേഹത്തിനൊരു ആവശ്യമില്ലല്ലോ അത് പഠിക്കേണ്ടത്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിനുശേഷം ഈ കലികാലത്തിൽ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്? ഭഗവത് ചൈതന്യം എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ അവരുപസംഹരിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് സൂത മഹർഷി.